അല്ല ആരെ കാണാനാ നീ പോകുന്നേ? ഒരു കൂട്ടുകാരിയെ. ആഹാ, ഏത് കൂട്ടുകാരി? ചേച്ചിക്ക് അറിയില്ല അവളെ? നിന്റെ ഏത് കൂട്ടുകാരിയാ ഞാൻ അറിയാത്തെ? ഇതൊരു പുതിയ കൂട്ടുകാരിയാ, പരിചയപ്പെട്ടിട്ട് കുറച്ചു നാളായുള്ളൂ. അപ്പൊ ശരി, ചേച്ചി പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രിയമോളെ, താങ്ക് യു സോ മച്ച്. ചേച്ചി, ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി, ഞാൻ പോയിട്ട് വരട്ടെ. ആ ശരി. സ്വന്തം സ്ഥാനവും വിലയും മനസ്സിലാക്കി മറ്റുള്ളവരോട് പെരുമാറാൻ അറിയണം. എങ്കിലേ ആ ബഹുമാനമൊക്കെ തിരിച്ചു കിട്ടൂ. ഇനി എത്ര ശ്രമിച്ചാലും ഞങ്ങളുടെ സ്വന്തം അച്ഛനായി മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. മോനെ, നിനക്ക് വല്ലാതെ വേദനിച്ചെന്ന് ഈ അമ്മയ്ക്കറിയാം. ഏത് മരമാണെങ്കിലും വേരില്ലാതെ വളരില്ലെന്ന് ഇവിടുത്തെ മക്കൾക്കറിയില്ല. വിവരമില്ലായ്മ അല്ലാതെ എന്ത് പറയാനാ? എല്ലാം പോത്തുപോലെ വളർന്നു, പക്ഷേ ബുദ്ധി വളർന്നിട്ടില്ല. മോനെ, നീ എല്ലാവർക്കും എല്ലാം കൊടുത്തു, പക്ഷേ വകതിരിവ് അത് കൊടുക്കാനും വാങ്ങാനും പറ്റില്ലല്ലോ മോനെ. മോനെ, നീ അവനോട് ക്ഷമിക്കണം. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ അമ്മ നോക്കിക്കോളാം. ഗോകുൽ, നീ എന്തായി കാണിക്കുന്നേ? സോറി ഡീക്കെ, ഐ ആം വെരി സോറി. എന്നോട് ക്ഷമിക്കണം. മുറുക്കി കെട്ടിയാലേ നന്നായിട്ട് നടക്കാൻ കഴിയൂന്ന് മനസ്സിലായത് ഇപ്പോഴാ. വായി തോന്നിയത് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഡീക്കെ പഠിപ്പിച്ച അച്ചടക്കത്തിന്റെ വില എത്ര വലുതായിരുന്നെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇവൻ പറഞ്ഞതൊക്കെ ഡീക്കെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായ അത് തിരുത്താൻ മടിക്കരുതെന്ന് പഠിപ്പിച്ചതും ഡീക്കെ അല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഡീക്കെ കഷ്ടപ്പെട്ടതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഞാൻ മറന്നുപോയി. ഞാൻ നന്ദിയോട് കാണിച്ചു. ഐ എം സോറി. സോറി, എന്നോട് ക്ഷമിക്കണം. ഇവൻ ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോ കുറ്റവാളികളായത് ഞങ്ങളും കൂടിയാ. ഈ വീടിന് ഞങ്ങൾക്കും ഡീക്കെ തന്ന തണലും വെളിച്ചവും എത്ര വലുതാണെന്ന് ഇവൻ ഒരിക്കലും മറക്കരുതായിരുന്നു. കാഴ്ചയുടെ മൂല്യം അറിയണമെങ്കിൽ കണ്ണിൽ ഇരുട്ട് വേണം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വെളിച്ചം നിങ്ങൾ തന്നെയാണ് ഡീക്കെ. കണ്ടില്ലേ അമ്മേ, ഇതാണ് ഡീക്കയുടെ കുട്ടികൾ. തെറ്റുപറ്റിയാൽ തിരുത്തും. സാരമില്ല, നിങ്ങൾ എന്നോട് സോറി എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, അത് മതി. എന്റെ സങ്കടമെല്ലാം പോയി. ലോകത്തിന്റെ നിയമങ്ങളെപ്പറ്റി, പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഓരോരുത്തരും ഈ ലോകത്ത് സ്വതന്ത്ര വ്യക്തികളാണ്. ആ സ്വാതന്ത്ര്യം തടയപ്പെടുന്നുവെന്ന് തോന്നിയാൽ ചിലപ്പോൾ ചോദ്യം ചെയ്യും. അതെനിക്കിപ്പോഴാ മനസ്സിലായത്. എന്റെ ലോകം നിങ്ങളൊക്കെയാടാ. ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് ആരാ ക്ഷമിക്കുന്നേ?
ഭഗവാനെ, സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് പോകരുതല്ലോ എന്ന് വിചാരിച്ച ഞാൻ എന്റെ പേരൊന്ന് മാറ്റി പറഞ്ഞത്. ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ സീതാവേഷം കെട്ടാനുള്ള ചാൻസ് അപ്പോഴേ പോയേനെ. പക്ഷെ കള്ളം പറഞ്ഞ എനിക്ക് വയറുവേദനിക്കുന്ന നിനക്ക് അറിഞ്ഞൂടെ ഭഗവാനെ? കള്ളം പറഞ്ഞു കിട്ടുന്ന ഒന്നും എനിക്ക് വേണ്ട. അവിടെ ചെല്ലുമ്പോ ഞാൻ അവരോട് സത്യം പറയും, ഞാൻ ജാനകിയല്ല ജ്യോതിയാണെന്ന്. എന്റെ കൈയും കാലും വിറയ്ക്കുവാ. ഒന്ന് കൂടെ നിക്കണേ. ആ കേക്ക് തേച്ചതിന്റെ പ്രതികാരം അവരെന്നോട് തീർക്കാൻ ശ്രമിച്ച ഒന്ന് തടഞ്ഞേക്കണേ. അപ്പൊ ശരി, ഇനി വർത്താനം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ചിലപ്പോ ശ്രീരാമന്റെ കൂടെ ഇന്ന് റിഹേഴ്സൽ കാണും. സംഭവിക്കാൻ സാധ്യതയുള്ള സകല വിഘ്നങ്ങളും അകറ്റി എന്റെ സീതാവേഷം ഗംഭീരമാക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഈ കുട്ടി എന്താ ഇത്രയ്ക്ക് ലേറ്റ് ആവുന്നത്? ഒരാൾക്ക് വേണ്ടിയും ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. DKക്ക് വേണ്ടി സെലക്ട് ചെയ്ത കുട്ടിയായതുകൊണ്ടാ ഞാനിങ്ങനെ കാത്തിരിക്കുന്നത്. മായേച്ചി, അവള് ലേറ്റ് ആയതല്ല, ആക്രാന്തം കൊണ്ട് നമ്മൾ നേരത്തെ എത്തി. അതാ കാര്യം. എന്നാലും അവൾക്ക് ഇത്തിരി നേരത്തെ വന്നൂടെ? നല്ല ട്രാഫിക് ജാമിലും പെട്ടു കാണും. രണ്ടുപേരെയും കൂടി കൂട്ടിമുട്ടിച്ച നമ്മുടെ ജോലി കഴിഞ്ഞു. പിന്നെ കല്യാണത്തിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവല്ലേ ചേച്ചി. ആ കുട്ടി ഇങ്ങ് വരും. അല്ല, നമ്മുടെ കൂടെ വന്ന താരേച്ചി എവിടെ പോയി? മുങ്ങിയോ? ആ, എനിക്കറിയില്ല. ദാ ഇപ്പൊ വരാമെന്നും പറഞ്ഞു പോയിട്ട് സമയം കുറച്ചായി. ഓ, നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് എഴുന്നള്ളുന്നത്. സിതാര, ഇവളെന്നെ കണ്ടില്ലേ? താരേച്ചി, ദൈവമേ, ഇവനോ? കുരിശായല്ലോ. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഈശ്വര, ഒരു ബുദ്ധി പറഞ്ഞു തരണേ. അവര് രണ്ടുപേരും അകത്താണല്ലോ ഇരിക്കുന്നേ. താരേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? ആ കുട്ടിയെ നോക്കി നിൽക്കുകയാണല്ലേ? ആ, അതെ അതെ, ആ കുട്ടിയെ നോക്കി നിക്ക. വന്ന ഉടനെ കൂട്ടിക്കൊണ്ട് ചെല്ലല്ലോ. ഓ, അമ്മായിയമ്മയെ കാണാനുള്ള ആകാംക്ഷ. ശരി ശരി, ഞാൻ പോവാ. എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. ആ, എന്നാ ബാലു വേഗം ചെല്ല. അല്ല, ഞാനും കൂടി നിൽക്കണോ? വേണ്ട, നീ പോയേ. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ആ, ശരി ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും ആ കുട്ടി വരുമ്പോ എന്നൊന്ന് വിളിച്ചേക്കണേ. ആ, വിളിക്കാം. നീ ചെല്ല്. മനുഷ്യൻ ഇവിടെ തീ പിടിച്ച് നിൽക്കുമ്പോഴവന്റെ ഒരു കിന്നാരം. സിത്തു, സിതാരേ. താരേച്ചിയോ? ഞാൻ ലേറ്റ് ആയില്ലല്ലോ വരാൻ. കൃത്യസമയത്ത് തന്നെ എത്തിയില്ലേ? നീ ഇപ്പൊ തന്നെ വളരെ ലേറ്റാ. വേഗം വാ. ഇതിനകത്ത് വെച്ച് നിന്നെ ആരെങ്കിലും കണ്ടാ കുഴപ്പോ? വാ. ഓ, രക്ഷപ്പെട്ടു. മായച്ചിയോ ചിത്രയോ നിന്നെ ഇവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ എല്ലാം അതോടെ തീർന്നേനെ. റോഡിൽ നല്ല ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയേ. ഇതുപോലുള്ള കാര്യത്തിന് വരുമ്പോ എക്സ്ക്യൂസ് പറയല്ലേ സിതാരെ. ഇതൊരു ഞാണുമേ കളിയാ. രക്ഷപ്പെട്ട പെട്ടു. എങ്ങാനും പിടിക്കപ്പെട്ട അതോടെ നിന്റെ മാത്രമല്ല എന്റെ ചീട്ടും കീറും. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാൻ പാടില്ലായിരുന്നു. നേരത്തെ വന്ന് കാത്തു നിന്ന അതും കുഴപ്പമായാലോന്ന് വിചാരിച്ചാ ഞാൻ സമയത്തിന് വന്നത്. അല്ല, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നോട് കുറച്ച് ബഹുമാനമൊക്കെ ആവാം. ആഹാ, അത് കൊള്ളാലോ. പിന്നല്ലാതെ ചേച്ചിയുടെ അമ്മയമ്മയാവാൻ പോകുന്ന ആളാ ഞാൻ. ആ, എത്ര വലിയ അമ്മായിയമ്മ ആയാലും നീ എന്റെ അനിയത്തിയാ, അത് ഓർത്തോണം. ഓ, ഓർത്തോളാമേ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ താരേച്ചി. പിന്നെ അമരാവതി വീട് നമ്മൾ ഭരിക്കും. പിന്നെ മായച്ചിയും ചിത്രയും നമ്മുടെ അടിമകള്. കറക്റ്റ്. ഈശ്വര, അതൊന്നും നടന്ന് കണ്ടാ മതിയായിരുന്നു. പക്ഷേ നിങ്ങളുടെ DK ഒരു അരവട്ടനാ. സെലക്ട് ചെയ്ത ആള് ഞാനാണെന്ന് പറഞ്ഞു ചെന്നിട്ടേ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ?
അതൊക്കെ ഇഷ്ടപ്പെടും. ഫോട്ടോ നോക്കാതെ ഓക്കെ പറഞ്ഞ ആള് മുഖം നോക്കാതെ താലിയും കെട്ടും. നോക്കിക്കോ. നടന്നാ മതിയായിരുന്നു. കെട്ട് കഴിഞ്ഞ പിന്നെ DK വരുതി നിർത്താനുള്ള തലേണ മന്ത്രമൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. അതൊക്കെ ശരി, പക്ഷേ ജാനകിയെ നമ്മൾ എങ്ങനെ ഒഴിവാക്കും? അതൊന്നും നീ അറിയണ്ട. അവളെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടാ ഞാൻ ഈ കളി കളിക്കുന്ന. അതെങ്ങനെ? അതൊക്കെ നടക്കും. പിന്നെ ആ ജാനകി വരാനുള്ള സമയമായി. മായച്ചേടൻ ചിത്രയുടെ കണ്ണിപ്പെടാതെ നീ ഇവിടെ എവിടെയെങ്കിലും നിൽക്കണം. ഞാനിപ്പൊ നോക്കിയിട്ട് വരാം. എന്റെ ഈശ്വര, ഹിറ്റ്ലറിനെ പിടിച്ചു നിർത്തി 10,000 രൂപ വാങ്ങിച്ചിട്ട് ഇവിടെ വച്ചാ വീണ്ടും ഇവിടേക്ക് തന്നെ വരേണ്ടി വന്നല്ലോ. എവിടെയെങ്കിലും ഉണ്ടോ എന്തോ. എന്റെ കണ്ണാ രക്ഷിക്കണേ. വേണോ? വച്ചേക്കാം. മായച്ചി, സീത. അയ്യോ അല്ല, ജാനകി. ജാനകി അല്ലടി, ഇത് സീത തന്നെ. പക്ഷേ രാമൻ ഇനിയും വന്നില്ലല്ലോ. ജാനകി, വാ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അതെ, ഇരിക്കുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് സാരമില്ല, ജാനകി വന്ന് കേറിയതല്ലേ ഉള്ളൂ. നമുക്കിരുന്ന് സംസാരിക്കാം, വാ. ഹായ്. ഇത് കൊള്ളാം. ഇന്നും ഈ വേഷത്തിൽ തന്നെയാണോ വന്നിരിക്കുന്നത്? എന്തൊക്കെ ഉള്ളൂല്ലേ? DK വരാനുള്ള സമയമായി. വരുന്ന വരവിന് നിന്നെ ഈ വേഷത്തിൽ കണ്ടോണ്ടല്ലോ. പിന്നെ എങ്ങനെ കാണണം? ഈ വേഷത്തിന് എന്താ കുഴപ്പം? വേഷത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി സുന്ദരിയായിട്ട് വേണം DK നിന്നെ കാണാൻ. ഈ സൗന്ദര്യമൊക്കെ മതി താരേച്ചി. നോക്ക്, സീതയെ പോലെ തന്നെയില്ലേ ജാനകിയെ കാണാൻ? ഇല്ലില്ല. മുഖമൊക്കെ കുറച്ചുകൂടെ ഫ്രഷ് ആവാനുണ്ട്. ഈ സാരിയൊക്കെ നേരെ കൊടുത്തേ. മുടിയൊക്കെ പ്രാവിന്റെ തോല് പോലെ ഇളകി കിടക്കുന്നു. അവിടെ ഒരു റെസ്റ്റ് റൂം ഉണ്ട്. പോയി മുടിയൊക്കെ ഒന്ന് ചീകി സാരിയൊക്കെ ഒന്ന് നേരെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. മുടിയൊക്കെ ശരിയാക്കാം, പക്ഷെ ഇവരെന്നെ സത്യം പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. DK വരുന്നുണ്ട്. ജാനകി, നന്നായിട്ട് നോക്കിക്കോ, നിന്റെ രാമൻ വരുന്നുണ്ട്. അയ്യോ, ഹിറ്റ്ലറോ? ഇയാള് രാമനൊന്നുമല്ല, രാവണനാ. രാവണൻ. എങ്ങനെയുണ്ട് നിന്റെ രാമൻ? അതെ, അത് രാമനെ പോലെ തന്നെയുണ്ട്. DK കണ്ട ശരിക്കും രാമനെ പോലെ തന്നെയാ. നീ പെട്ടെന്ന് റെസ്റ്റ് റൂമിൽ പോയി റെഡിയായി വാ. വേഗം വേണം. ചെല്ല്. അതെ, വാ.
എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ആ കുട്ടിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. ഡി കെ കണ്ടപ്പോഴുള്ള നാണം കൊണ്ടായിരിക്കും. അല്ല, താരേച്ചി എന്തിനാ ആ കുട്ടിയെ നിർബന്ധിച്ച് റെസ്റ്റ് റൂമിലേക്ക് വിട്ടത്? എനിക്കും അത് തന്നെയാ തോന്നിയത്. ഇതിന് പിന്നിൽ വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഓ എന്റെ ഈശ്വര, എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ. ഞാൻ ആ കുട്ടിയൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി പറഞ്ഞല്ലേ. വേണമെങ്കിൽ ഞാൻ ചിത്രയുടെ തല തുണിച്ചിട്ട്. അയ്യടാ, അങ്ങനെ ഇപ്പൊ എന്റെ തല പൊട്ടിത്തെറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കൃഷ്ണ, എന്റെ തല ഇപ്പൊ പോയേനെ. നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? എന്താ ഇവിടെ പതിവില്ലാതെ എന്താ നിങ്ങൾ ഇവിടെയെന്ന്? ഞങ്ങൾക്ക് ഡി കെയോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? രാവിലെ വീട്ടിൽ വെച്ച് സംസാരിക്കാമായിരുന്നില്ലേ? ശരി, എന്താ കാര്യം? സീത, ജാനകി, സിത്താര, നിങ്ങളെന്താ പേര് പറഞ്ഞു കളിക്കാണോ? അതോ സ്വന്തം പേരുകൾ മാറ്റാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കും. എനിക്ക് വേറെ ജോലിയുണ്ട്. അത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. എക്സ്ക്യൂസ് മീ സർ. യെസ്, പറയൂ. ബഫർ റെഡിയാണ്. സാർ ഒന്ന് ചെക്ക് ചെയ്താൽ സെർവ് ചെയ്യായിരുന്നു. ഡി കെ, ഡേ ടൈമിൽ ഞാൻ കുറച്ച് തിരക്കില്ല. നമുക്ക് വൈകിട്ട് വീട്ടിൽ വെച്ച് സംസാരിക്കാം. ഓക്കെ? കിച്ചണിൽ പോയി ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാ? കരിഞ്ഞു പോയോ എരിവ് കൂടിയോന്നൊക്കെ ഇവിടെ നിന്ന് സ്പെൽ ചെയ്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ. ഛേ, എനിക്കിവിടെ കാര്യം പറയാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ഓർഡർ ചെയ്ത് തിന്നിട്ട് സ്ഥലം വിടാം, പിന്നെ എങ്ങാനും നോക്കാം. നമ്മള് തിയേറ്ററിൽ മോർണിംഗ് ഷോ കാണാൻ വന്നതല്ല, ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ മാറ്റിന് കാണാൻ. ഡി കെ കല്യാണത്തിന് വേണ്ടി തന്ന 15-ൽ 3 ദിവസം ഇപ്പൊ തന്നെ കഴിഞ്ഞു. എന്ത് സംഭവിച്ചാലും ഡി കെയുടെയും ജാനകിയുടെയും കണ്ടുമുട്ടൽ ഇന്ന് തന്നെ നടത്തണം. ഇവിടെ വെച്ച് തന്നെ അവർ പരസ്പരം കാണണം, തിരിച്ചറിയണം. എന്നാ പിന്നെ അവളെയും കൂടെ കിച്ചണിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടാലോ? അവിടെ ആവുമ്പോ രണ്ടുപേർക്കും കൂടി കറികളുടെ ഒക്കെ ഉപ്പും എരിവും നോക്കി വിശാലമായിട്ട് പരിചയപ്പെടാൻ സമയം കിട്ടും. അത് കൊള്ളാം, നല്ല ഉഗ്രൻ ഐഡിയ. ഡി കെ ഇവിടെ ഫ്രീ ആയിരിക്കുകയും ചെയ്യും. ജാനകി വരുമ്പോ നേരെ കിച്ചണിലേക്ക് പറഞ്ഞു വിടാം. അവര് തമ്മിൽ സംസാരിക്കാൻ നല്ല സ്ഥലം കിച്ചൺ തന്നെയാ. താരേജി, എന്തായി കാര്യങ്ങളൊക്കെ? ഡി കെ വന്നോ? അതൊക്കെ സമയമാകുമ്പോ വന്നോളും. അപ്പൊ പിന്നെ എന്താ ചേച്ചിയുടെ പ്ലാൻ? നീ ഒന്ന് സമാധാനപ്പെടും, ഞാൻ പറയാം. ഡി കെയും ജാനകിയും കൂടെ പരസ്പരം അടുക്കളയിൽ വെച്ച് കൂട്ടിമുട്ടിക്കാനാ ഞങ്ങളുടെ പ്ലാൻ. ആ ജാനകി അവിടേക്ക് വരുമ്പോഴേക്കും ഞാൻ ഏർപ്പാടാക്കിയ ആൾ അവളുടെ പിന്നിലേക്ക് ഒരു ട്രോളി തള്ളിവിടും. ആ ട്രോളി വന്നിടിച്ച് അവള് ഡി കെ കാണുന്നതിന് മുൻപ് താഴെ വീഴും. ഉടൻ തന്നെ ഞാൻ അവിടെ ചെന്ന് മറ്റാരും കാണാതെ അവളെ ആശുപത്രിയിലേക്ക് മാറ്റും. ആ സമയം കൊണ്ട് നീ ഡി കെയുടെ മുന്നിലെത്തി അയാളെ കാണണം. സെലക്ട് ചെയ്ത ആള് നീയാണെന്ന് പറയണം. ഓ, ചേച്ചിക്ക് ഇത്രയും ക്രിമിനൽ ബുദ്ധി ഉണ്ടായിരിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഒന്ന് ശ്രമിച്ചാ ഒരു ഗാങ് ലീഡർ ആവാനൊക്കെ പറ്റും. ആ ചാൻസ് കിട്ടാത്തോണ്ടല്ലേ മോളെ. ഒരവസരം വരട്ടെ, ഞാൻ തകർക്കും. നീ വക്കാതെ നടക്കുന്ന ലൊക്കേഷനിലേക്ക് പോവാ. മേഡം പറഞ്ഞ ആളിതാ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്നാ വൈകിക്കണ്ട, വേഗം അയക്കോ. ശരി മേഡം. വരുന്നുണ്ട്.
ഞാൻ പോയി നോക്കിയിട്ട് വരാം.